ഹലോ. ആ ഇല്ല ഇന്ന് ഞാൻ വീട്ടിലില്ല. നാളെ ഞാൻ വീട്ടിലില്ല. മറ്റന്നാ വീട്ടിലുണ്ടാവൂല കേട്ടോ. വിളിക്കണ്ട വിളിച്ചിട്ട് ഒരു കാര്യം. ഓക്കെ എന്നാ വെച്ചാ. ഇതാണ് കുഴപ്പം. 1-ാം തീയതി ആകുമ്പോൾ ഓരോരുത്തന്മാരും വിളിക്കും, വീട്ടിലുണ്ടാ, സാധനം വാങ്ങാൻ വല്ല വകുപ്പുണ്ടാ, അടി ഉണ്ടാന്നൊക്കെ വെച്ചിട്ട്. ഇവന്മാരൊന്നും നന്നാവാൻ സമ്മതിക്കൂലേ? ചിക്കൻ കറിയുടെ മണം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുക. ജയോ, ആ ചിക്കൻ കറിന് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടേട്ടാ. ആ അടിപൊളിയാണ്. ശിവനത് കാണാൻ ഇവനത് എവിടെ പോയി കിടക്കണ പൊണ്ടാറ. നീ ഇത് എവിടെയായിരുന്നത്? ഞാൻ എവിടെയെന്നാ എന്റെ പൊന്നും മോനെ, ഞാൻ രാവിലെ തൊട്ട് തിരക്കിടക്കി. ഇന്ന് 1-ാം തീയതി എന്നുള്ള കാര്യം അറിയാലോ. സാധനം ഒപ്പിക്കാനായിട്ട് വേണ്ടി രാവിലെ തൊട്ട് നടക്കണം. സാധനം കിട്ടിയിട്ട് ഞാനല്ലേ പോണത്. സാജിന്റെ അടുത്ത് പോയി ക്യൂ നിന്ന് സാധനം കിട്ടി. അടിപൊളി. അപ്പം തകർക്കണം. ഇന്ന് 1-ാം തീയതി നമ്മൾ അടിച്ച് പൊളിക്കും. നമ്മൾ അടിച്ച് പൊളിക്കാണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ ഒരു വളവ് തിരിയുമ്പോ ഒരു യമഹയുള്ള ഒരു പയ്യനില്ലേ, അവന് ഒരു എംഹേ 1-2 വണ്ടി വേറെ ഉണ്ട് അവന്. പിന്നെ ഒരു അച്ഛനാണ് അവന്റെ. ഒരച്ഛനാ? 1-2 അച്ഛന് വേറെ ഉണ്ട്. അച്ഛനൊന്നുമില്ല. എന്താ കാര്യം പറ. അവിടെ അവന്റെ വീട്ടിൽ അവന്റെ അച്ഛൻ എനിക്ക് തോന്നണെന്നറിയോ, നേപ്പാളിയാന്ന് തോന്നണം. നേപ്പാളിയാ? ഇതിങ്ങനെ ഇരിക്കണം മൂക്ക് ഞാൻ നോക്കുമ്പോ. അയ്യ, അത് വേറൊന്നുമല്ല. പുള്ളി ഇന്നലെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയപ്പോണ്ടല്ലോ, അകത്ത് ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിരുന്നാണ്. പട്ടി ഒന്ന് മൂക്കടിച്ചോണ്ട് പോയി. ഏതാണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു കാര്യം ചെയ്യാം. ചിക്കൻ്റെ ഒരു സ്മെല്ല് ഇവിടെയാണ്. ഇവിടെ ചിക്കനാണെന്ന്. 1-ാം തീയതി ചിക്കൻ അടിച്ച് പൊളിക്കാണെന്ന്. പൊന്നു, നമ്മുടെ മറ്റു ടീമൊക്കെ ഓർക്ക് നമ്മൾ വേറെ വല്ലയിടത്തുമായിരിക്കും. ഒരു രക്ഷല പോലെ സാധനം ഇട്ട് അടിച്ച് പൊളിക്കുന്നു. നീ ഗിരിരാജൻ കേട്ടിട്ടുണ്ടാ? പ്രശ്നക്കാരനാണ് അവൻ. എന്റെ കൈ കിട്ടി അടിച്ചൊടിക്കും ഞാൻ. ഗിരിരാജൻ എന്ന് പറഞ്ഞ കോഴിയാണ്. കോഴിയാണ്? അപ്പുറത്തെ വീട്ടിലെ കോഴിയാണേ. എല്ലാ ദിവസവും വീട്ടിലൊന്നിങ്ങനെ കാഷ്ടിക്കും. എനിക്കത് ഇഷ്ടമല്ല. നമ്മുടെ ഭാഗ്യത്തിന് 1-ാം തീയതി ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ ഒന്ന് കാഷ്ടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരു കല്ലെടുത്ത് ഒറ്റ കീറാണ്. അപ്പൊ തന്നെ മറുകയ. മൃഗയല്ല, മറുകയ മരിച്ചു. ഞാൻ കറി വെച്ചോണ്ടിരിക്കാണ്. നമുക്ക് റൗണ്ട് അങ്ങോട്ട് ഇരിക്കാം. റൗണ്ട് ഇരിക്കാം. വേറെ കാര്യം മോനെ, ഇന്ന് അടിച്ചു പൊളിക്കും. ചിക്കൻ കറി വെക്കാൻ വേണ്ടി ഞാൻ ഒരു കുക്കിനെ വിളിച്ചിട്ടുണ്ട്. കുക്കിനെ? അവൾ ഇവിടെ ഇല്ലല്ല. കുക്ക് വന്നിട്ടുണ്ട്. അവൻ സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാം. അപ്പൊ നമ്മള് ചിക്കൻ കറി അടിക്കുന്നു, ചെസ് കളിക്കുന്നു, 1-ാം തീയതി പൊളിക്കും നമ്മൾ. ഒരു കാര്യം പറഞ്ഞേ, നിനക്ക് ഈടായിട്ട് കുടി കൂടിയിട്ടാ. എന്ത് കുടി കൂടിയാണ്? കുടി നിനക്ക് കൂടുതലാണ്. വീട്ടിലൊന്നും പറഞ്ഞില്ലേ? ഭാര്യ ഒന്നും പറഞ്ഞില്ല? എന്ത് പറഞ്ഞില്ലെന്ന്? ഒന്നും പറഞ്ഞില്ല. കുടി നിർത്താമെന്ന് പറഞ്ഞില്ലേ? എടാ, എന്റെ ഭാര്യ പറഞ്ഞ് ഞാൻ കുടി നിർത്തി കഴിഞ്ഞാൽ എന്റെ അമ്മയുടെ തോറ്റുപോകും. എന്റെ അമ്മ തോറ്റുപോകുന്നു. അതെന്ത് കാര്യത്തിനാണത്? അറിയാൻ പാടില്ലേ? 10-35 വർഷം എന്റെ അമ്മ പറഞ്ഞ് കുടി നിർത്തറാന്ന്. ഇന്നലെ കയറി വന്ന് അവള് പറഞ്ഞ് കുടി നിർത്തി കഴിഞ്ഞാൽ എന്റെ അമ്മക്ക് സങ്കടാവൂലേ? അങ്ങനെ ഞാൻ അങ്ങനെ കുടി നിർത്തണാളെന്ന്. നീ അല്ലെങ്കിൽ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തോൽവിയാണ്. എന്ത് തോൽവിയാണ്? എടാ, നീ ഇന്നലെ എന്ത് പണിയാ കാണിച്ചത്? എന്താ? വെള്ളം അടിച്ചിട്ട് കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോയാ? അതാണ് കാര്യം. അത് 1-ാം തീയതി അല്ലേ, പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന് പറഞ്ഞ് കറണ്ട് ബില്ല്, അല്ലെങ്കിൽ കറണ്ട് കട്ട് ചെയ്യും എന്ന് കരുതി വെള്ളം അടിച്ചിട്ടാണ് കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോണത്. അപ്പൊ അവർക്ക് വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, വെള്ളം അടിച്ചോണ്ട് ജോലി ചെയ്യാറില്ല. വെള്ളം അടിച്ചോണ്ട് ജോലിയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. ആര്? ഫയർഫോഴ്സുകാരി. വെള്ളം അടിച്ചോ? നീ കളിച്ചേ? നേരം പോയി ഇങ്ങോട്ട് ഇവിടെ വെച്ചേ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പുള്ളി മിമിക്രി കലാകാരനാണ്. ഈ പ്രോഗ്രാം ഇല്ലാ സമയത്ത് എന്നെ സഹായിക്കാൻ വേണ്ടി പാചകത്തിനൊക്കെ വേണ്ടി ഇവിടെ വരും. അപ്പൊ കണ്ടാ നീ കരിമ്പിനേല ചേനാട്ടാ നിക്കണത്. അത് കരിമ്പനടിച്ച പോലെ ഇരിക്കുന്നു. കരിമ്പനടിക്കുമ്പോ ഇങ്ങനെ അടിക്കും. എടാ, നീ അങ്ങനെ കളിയൊക്കെ ഒന്നും വേണ്ട. പുള്ളി ഒരു സർക്കാർ ജോലിക്കാരനും കൂടിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നിനക്ക് ഇവിടെ ചിക്കൻ കറി വെക്കാനായിട്ട് വന്നത്. എടാ, അംഗനവാടിയിലെ ആയാണ് പുള്ളി. നീയാ? അംഗനവാടിയിലെ പിള്ളേർക്കുണ്ടല്ലോ 4 കിലോന്റെ അരി ചോറാൻ ഉണ്ടാക്കും. ഇവനായനാണ്. ഞാൻ പറഞ്ഞുതരാം. 3:45 ഇവൻ തന്നെ കയറ്റും. ഇവന്റെ വയറ് കണ്ട. പിള്ളേരവിടെ പട്ടിക്കണായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. കളിക്കാം. എന്നിട്ട് സാധനം എടുക്കണേ. ഇപ്പൊ എടുക്കണ്ടല്ലേ? സാധനം എടുക്കാൻ വരട്ടെ. ഒരു കളി അങ്ങോട്ട് കളിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ ജയോ, കളി വേണമെങ്കിൽ കണ്ടു പഠിച്ചോട്ടാ. ബുദ്ധിയുള്ളവർ കളിക്കുന്ന കളിയാണ്. പിന്നെ ഇവര് കളിക്കുന്നത് മോനെ മനോജേ, ഇന്നലെ വന്ന് നീ തോറ്റ്, മിനിഞ്ഞാന്ന് ഒന്ന് തോറ്റ്, ഇന്ന് നീ തോക്കും. ഇവിടെ തോൽവികൾ ഞാൻ ഇരുന്ന് മേടിച്ചുകൊണ്ടിരിക്കും. അത് നീ മേടിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ജയിച്ചിരിക്കുന്നു. നീ കണ്ടോട്ടെ, എന്റെ ഒരു ബുദ്ധിപരമായൊരു നീക്കം നീ കണ്ടോ? നീക്കിക്കോ നീ. ഞാൻ ആനയെ ചെരിഞ്ഞു മോനെ. ആനയെ ചെരിച്ചെങ്കിൽ ഞാൻ ആനപ്പാപ്പനെ എടുത്ത് അടുത്ത് വെച്ചു. പാപ്പാനാ? ഞാൻ ആന ചെരിയുമ്പോ പാപ്പാൻ വേണ്ടില്ലേ? പ്രശ്നവും പൊട്ടത് തേരാണ്. തേരാണോ? വേറെ കളിയുണ്ടോ നീ? ഞാൻ ഷെയ്ക്കടിച്ച്. ഷെയ്ക്കല്ലടാ, ചെക്ക്. ഇവൻ ആരാന്ന് പറഞ്ഞ? നീ കളി. അങ്ങനെയാണെങ്കിൽ ഞാൻ പള്ളി എടുത്ത് ഇവിടെ വെച്ച്. പള്ളിയാ? പിന്നെ ഇത് പള്ളിയല്ലേ? ഇത് ഏത് പള്ളി? ഇത്
എടാ പൊട്ട, ഇത് കുരിശുപള്ളി ഒന്നല്ല, ഇത് രാജാവാണിത്. ആണാ? ആ ശരി, രാജാവ് കുരിശാവും. വേറെ മാറ്റി കളിക്കാം, വേറെ മാറ്റി കളിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ആടുന്തല എടുത്ത് ഇവിടെ വെച്ചാലോ? ആടുന്നല്ലേ? എടാ, ഈ രാജാവിനെ ഈ സൂപ്പടിക്കാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് സാധനമാണോ ഇത്? എടാ പൊട്ട, ഇത് കുതിര. ഇത് കുതിരയാണോ? ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതെടുത്തു. എന്താ മന്ത്രി മന്ത്രി ഏത് മന്ത്രിയെ തുടരുന്നു. മന്ത്രി ഇപ്പൊ ഇതാ? മന്ത്രി കളിക്കാൻ പാടില്ല. ശ്ശോ, എവിടെയായിരുന്നു എന്റെ മുത്തേ? എന്റെ വിദ്യാഭ്യാസം മുദ്രി. എന്റെ മകളുടെ ആ അഡ്മിഷന്റെ കാര്യം ഒന്ന് റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് വല്ലതും നടക്കും. വീടോടെ വീടോടെ നിന്റെ മോടെ വിദ്യാഭ്യാസക്കാരൻ ഞാൻ നന്നാക്കാനേ. ഇത് വിദ്യാഭ്യാസ മന്ത്രിയല്ല, ഇത് പിന്നാരാ? ചെസ്സിലെ മന്ത്രിയാടാ ഇത്. ചെസ്സിലെ മന്ത്രിയാണ്. അതൊക്കെ ചെസ്സിൽ ദിലീപല്ലേ? ആണോ? എടാ മണ്ടന്മാരെ, ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും നീയൊക്കെ മണ്ടന്മാരും പൊട്ടന്മാരും പ്രാന്തന്മാരും ആണെന്ന്. ഇത്ര നേരമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരു ഗോൾ അടിച്ചോ ഇതിൽ? ഒന്നി നീ അടി, ഒരു ഗോളല്ലേ ഇവനടി. അപ്പൊ ക്രിക്കറ്റ് അല്ലേ ഇത്? ഒരു സ്റ്റെമ്പ് കിട്ടും അവന്റെ വയറ് കുത്തി പൊട്ടിക്കാൻ. വോളിബോൾ ആയിരിക്കും അല്ലേ? ഒരു ബാറ്റ് എടുത്ത് എന്റെ മുതിർത്ത് നോക്കി അടിച്ചായിരുന്നു. നീങ്ങൊന്നേ. എന്താ നീ എന്ത് മണ്ടം കളിയാണ് കളിക്കണത്? എന്താ? ചെസ്സിൽ ദിലീപാ? ആ ഇവിടെ ചെസ്സിൽ മന്ത്രി ഉണ്ട്, രാജാവുണ്ട്, റാണിയുണ്ട്, രാജ്ഞിയുണ്ട്, ആനയുണ്ട്. ഇത്രേ ഉള്ളൂ. ആനയുണ്ടാ? അന്ന് ആന കയറി ഞങ്ങൾക്ക് ബഹളം ഉണ്ടാക്കി. എന്താണ്? ആന കയറി ബഹളം ഉണ്ടാക്കി. ആനക്ക് മതള ഈ കളി അങ്ങോട്ട് നിർത്തിക്കേ. ആനക്ക് മതോളയൊക്കെ നടക്കത്തില്ല കേട്ടോ. അവിടെ പോയിട്ട് ഗ്ലാസ് മുതൽ എടുത്തോണ്ട് ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. 3 ഗ്ലാസും വെള്ളമല്ലേ? അടിക്കുക. എടാ ഇവിടെ വന്നാ എന്താണ്? 3 ഗ്ലാസ് വെള്ളം? ആ അതെന്താ അവനടിക്കുന്നുണ്ട് എന്ന്? എടാ അവനൊരു പൈൻ്റ് കിട്ടിയല്ലോ, ഗുമ്മാന്ന് അടിച്ചിട്ടില്ലോ. ഇപ്പൊ പോയ സ്പീഡ് ഉണ്ടല്ലോ, അതിന് സ്പീഡിൽ അവൻ ഓടും. ഞാൻ ഒരു പൈൻ്റാ മേടിച്ചിരിക്കണം. ഒരു പൈന്റ് 1/2 ലിറ്റർ പോലത്തെ സാധനത്തിൽ അവൻ തന്നിരിക്കണത്. എടാ നിന്നോട് ഞാൻ ഒരു ഫുള്ള് മേടിക്കാനല്ലേ പറഞ്ഞു? ഫുള്ള് മേടിക്കാൻ ഇത് 1-ാം തീയതിയാണ് ഞാനിത് കഷ്ടപ്പെട്ട് അവൻ്റെ അടുത്ത് മേടിച്ചിട്ട് വന്നത്. അവനപ്പൊ എങ്ങനെ ഒഴിവാക്കും? എന്ത് ഈ സാധനം കൊണ്ട് ഒരു കാര്യം ചെയ്യാം. ഇതിപ്പോ ഇത് കൊള്ളല്ലേ, ഇവനെ കാണിച്ചു പോയല്ലേ. ഇത് എന്ത് ഒരു കാര്യം ചെയ്യും, ഇവിടെ വെക്ക് സാധനം. ഞാൻ അവനെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കിയാ പോരെ. ഐസ് ഇല്ലാണ്ട് കടിക്കാൻ പറ്റൂല. ഐസ് ഇല്ലാണ്ടല്ല, നൈസായിട്ട് ഒഴിവാക്കിയാ പോരെ. എങ്ങനെ നീ എന്റെ ഒപ്പം നിൽക്കുവാ? ഞാൻ നിക്കാം. ആള് വന്നിട്ടുണ്ട്, നീ കരുന്നു. പിന്നെ ഓട്ടം ഒഴിവാക്കാൻ പോണം. ഒഴിവാക്കാൻ ചെയ്യാം. ഇത് കണ്ട മോനെ ക്ലിപ്പ്. അയ്യേ, ഇത് ഇന്നലെ ഞാൻ കണ്ട ക്ലിപ്പാ, കൊള്ളൂല. ഇതല്ലെന്ന് ഇത് കണ്ട. എന്താണ്? എന്റെ മകനെ, കേരളത്തിൽ വ്യാജമദ്യം ഒഴുകുന്നു. ഒഴുകട്ടെ, ബിവറേജ് നിന്ന് ക്യൂ നിന്ന് കഷ്ടപ്പെടണ്ടല്ല, ഒഴുകിയല്ലേ വാരിക്കോരി കുടിക്കാല്ല. അതല്ല പറഞ്ഞത്. ഇത് കണ്ട, വ്യാജമദ്യം കഴിച്ച് 2018 പേര് മരിച്ചെന്ന്. 2018 വരെ മരിച്ച ഈ 1-ാം തീയതി കഴിക്കണ മദ്യമൊക്കെ വ്യാജനാന്നാണ് പറയണത്. ഇതെങ്ങനെ സംഭവം? എങ്ങനെയാണ് ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിൽ കുറെ സാധനങ്ങൾ അടക്കിയിട്ടുണ്ട്. അതായത് ഇത് നോക്കി, ഇത് കണ്ട, ഈ 2018 ഇത് കണ്ട. ആദ്യം ഇത് മരിക്കുക നമ്മൾ ആരും എങ്ങനെ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ, ഈ വ്യാജൻ അടിച്ചാൽ ആദ്യം കണ്ണ് പോകും, പിന്നെ കരള് പോകും, അത് കഴിഞ്ഞ ആള് പോകും. അപ്പൊ IRDP ലോണ് പോലെയാണ്, ഘട്ടം ഘട്ടമായിട്ട് പോയി ഘട്ടം ഘട്ടോട്ട് പോകും. ഇതിൽ അടങ്ങിയിരിക്കുന്ന സംഭവങ്ങൾ കണ്ട. 60% ലാടഗുരു. ലാടഗുരു അല്ല, ലാടഗുഡു. 60% ജാടുകുടും 40% ജെമിനിറ്റും ഉണ്ട്. ജെമിനിറ്റ് ഉണ്ടോ? ജെമിനിറ്റ് ജെമിനിറ്റാണ് പ്രശ്നം ഉണ്ടെങ്കിൽ പണിയാണ്. ഈ ജെമിനിറ്റ് ഉണ്ടെങ്കിലേ, ഈ ജെമിനിറ്റ് കൂടുതൽ കയറ്റും. കാര്യം ഈ 1-ാം തീയതി വ്യാജം ഉണ്ടാക്കുന്നത് ബംഗാളികളാ. ഇവർക്ക് 1/2 പാക്കറ്റ് സിമിന്റ് ഇടാൻ പറഞ്ഞ 1 പാക്കറ്റ് സിമിന്റ് ഉണ്ടാക്കണവന്മാരായിരിക്കും. അപ്പൊ ഇവര് നേരെ ജാടുകുടിൽ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ആള് തീർന്നു പോകും. അങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ 2018 മരിച്ചു. ഇനിയിപ്പോ നമ്മള് 3 പേരും കൂടി കുടിച്ചു കഴിഞ്ഞാല് 2021 പേര് മരിക്കും. പത്രത്തിൽ വാർത്ത വരും. എടാ നമുക്ക് പ്രശ്നമില്ലെന്ന്. എന്താ? ഇത് നമ്മുടെ സർക്കാരിന്റെ സാധനം ഇല്ലടാ, സ്വന്തം സാധനം, അതിനകത്ത് വിഷമില്ലെന്ന്. ഒറ്റ അടി തന്നുണ്ടല്ലോ. ഇന്ന് 1-ാം തീയതി ആരുടെ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത് ഞാൻ ആ സാധന്റെ അടുത്ത് മേടിച്ച വ്യാജനാണ്. വ്യാജനാണ് ഇത്. ഇത് വ്യാജനാണ്. ഈ വ്യാജന അടിച്ച് കണ്ണ് കളയാനും ചാകാനും ഞാനില്ല. നീ കുടിക്കണേ, ഞങ്ങൾ കുടിക്കൂലേ? ഞങ്ങൾ കുടിക്കൂലേ? നിങ്ങൾ രണ്ടുപേര് എനിക്ക് എന്റെ അംഗനവാടിയിലെ പിള്ളേരെ പോലെയാണ്, അറിയോ? നിങ്ങൾ രണ്ടിനെ കൊലക്ക് കൊടുത്തിട്ട് ഞാൻ ജീവിച്ചിരിക്കുവാണ്. സാധനം മേടിക്കണം പോട്ട്. നീ പോയി സാധനം മേടിക്കണം. നീ ഈ ഒരു പൈന്റിന് വേണ്ടിയാണ് നീയൊക്കെ എന്നെ ചീത്ത വിളിച്ചത്. ഈ ഒരു പൈന്റിന് പകരം ഞാൻ നിന്ന് ചവിട്ടിയുണ്ടല്ലോ, 2 പുള്ളു വാങ്ങിച്ചോണ്ട് ഒരു വിപരീച്ചെന്ന്. പിന്നെ 1-ാം തീയതി 2 ഫുള്ള് നിന്റെ പ്രൊഡ്യൂസർ ഉണ്ടാക്കി വെച്ചേക്കണം. പ്രൊഡ്യൂസറാ? എടാ ഇവൻ ഓപ്പൺ ആയിട്ട് ഇവന്റെ അച്ഛനെ വിളിക്കാൻ പറ്റും. സാധനം മേടിക്കണം. ഈ 1-ാം തീയതി നമുക്ക് നാളെ ആഘോഷിച്ചാലോ? 1-ാം തീയതി അവന്റെ എടാ. ഏയ് ജാടുകുടു, നിന്റെ ജെമിനിറ്റോ അത് ഒടുക്കണു ഓടായി കിടന്നു. അതെ, ഒരു ഈരലത്തോർത്ത് കിട്ടുമോ? എന്തിനാണ്? നമുക്ക് പരൽമീനെ പിടിക്കണ പോലെ ഒന്ന് പിടിച്ചാൽ അവിടെ പോയിട്ട്. അപ്പുറത്തെ വീട്ടിലെ ശങ്കരൻ ചേട്ടൻ ഡെയിലി മുള്ളണ സ്ഥലമാണത്. നിങ്ങ പോരി. എന്ത് ചെയ്യും? 1-ാം തീയതി ഇപ്പൊ മദ്യം ഇല്ലല്ലോ. മദ്യം പോയി. ഈ ചിക്കൻ കറി എടുത്ത് കഴിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കുടിക്കും, പറ്റായിക്കോളൂ.
പ്രതീക്ഷയായിരുന്നു ഓർക്കണേ. എന്ത് ചെയ്യാനായിട്ട് ഇത് കഴിച്ചേക്കിനി കിടുക്കൻ ചിക്കൻ കറിയാന്ന് തോന്നുന്നു. ഒന്നാം തീയതി കൊണ്ടുപോയി കളഞ്ഞ് സാജന്റെ പ്രാക്ക് എല്ലാവരുടെ പ്രാക്കും ദൈവമേ. ഹരഹരോ ഹരഹരോ. ഭിക്ഷക്കാര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിച്ചക്കാരാ ഭിക്ഷാടനോ ആരാടാ? പണി പാളി മോനെ. എന്താ എന്താ അമ്മാവനാണ്. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ കറക്റ്റാ. ഡെയിലി എനിക്ക് പണി വന്നോണ്ടിരിക്കുന്ന എന്താ പണി? പുള്ളി ഇവിടെ കയറി വന്നാ പറയും പണിക്ക് പോയില്ലേ പണിക്ക് പോയില്ലെന്ന് പറഞ്ഞ് പണിയാണ്, ഡെയിലി പണിയാണ്. ആണോ? വേറെ കാര്യമോ? പുള്ളി കർമ്മിയാണ്, മന്ത്രവാദിയാണ്. ആണോ? പുള്ളിക്ക് ഒരു പണി കൊടുക്കാൻ പറ്റും നമുക്ക്? പുള്ളിക്കൊരു നൈസായിട്ടൊരു കീറങ്ങോട്ട് കൊടുത്താലാ? ജാടുകൂടും ചെമിനറ്റുമാണ്. പുള്ളിനെ ഒഴിവാക്കിയ പോരെ? ഒഴിവാക്കണം പുള്ളി. എങ്ങനെ ഞാൻ ഒഴിവാക്കി തരാം. സാധനം ഒഴിവാക്കി തരാം. നിസ്സാര സംഭവം. നീ എന്റെ ഒപ്പം നിന്നേച്ചാ മതി. ഞാൻ കൂടെ നിൽക്കണ്ടല്ലോ. നീ കൂടെ നിന്നേച്ചാ മതി. ഞാൻ റെഡിയാക്കി തന്നോളാം. ഹരഹരോ ഹരഹരാ. ഹരഹരോ ഹരഹരാ. മോനെ കൊറേ നാളായി ഇറങ്ങണം ഇറങ്ങണം എന്ന് വിചാരിച്ചു നിൽക്കുക. ഇയാളെന്താ തെങ്ങിന്റെ മേളിലായിരുന്നു? മകളുടെ കല്യാണമാണല്ലോ. അപ്പൊ ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാ വരാന്ന് വിചാരിക്കുമ്പോ ഇവിടെ ആരും കാണത്തില്ല. ഇയാളെ മോഷ്ടിക്കാനൊന്നും അല്ല. ഒന്നും മിണ്ടാണ്ടിരിടാ. എന്താ ഏതാടാ കൂട്ടുകാരൻ അമ്മാവ? നിനക്ക് അങ്ങനെ തന്നെ വേണം. പറഞ്ഞു എന്താ അമ്മാവനാടാ? എനക്കും അങ്ങനെ തന്നെ വേണം. ഇവിടെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വിളിച്ചിട്ട് വേണം ചോറ്റാനിക്കരെ കല്യാണം വിളിക്കാൻ പോവാൻ. ചോറ്റാനിക്കര ദിനേശ് കൊച്ചേട്ടനെ വിളിക്കണ്ട? ആ ദിനേശനെ വിളിക്കുന്നുണ്ട്. എന്നാ ഞാനല്ല. എന്താ ഞങ്ങൾ തമ്മിൽ ശരിയാവില്ല. ഞാനല്ല. ദിനേശിന്റെയും നിന്റെയും കല്യാണമല്ലേ നിശ്ചയിച്ചിരിക്കുന്നത്? എന്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത്. അല്ല, ഞാനും ദിനേശും കൊച്ചേട്ടനും നമ്മൾ ചേരില്ല. ഞാൻ വരില്ല. ഞാൻ വരുന്നില്ല. നീ വരണ്ട. ദിനേശൻ വന്ന നീ വരുത്തന്നെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. തലേദിവസം ഞാൻ അവളും മോളും കൂടിയാണ് വന്നേക്കാം. തലേദിവസം വരണ്ട. കല്യാണത്തിന്റെ അന്ന് വന്ന് കവർ തന്നിട്ട് വല്ല ഞണ്ണാനുണ്ടെ ഞണ്ണിട്ട് അങ്ങനെ പോയാ മതി. അവളെന്തേ? അവള് പണിക്ക്. ആ, അവളെ പണിക്ക് വിട്ടല്ലേ? നീ എന്താ പണിക്ക് പോരുന്ന? ഞാൻ ഇപ്പോഴും പണി അന്വേഷിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പം പണി അന്വേഷിച്ചിരിക്കുക. 25 വർഷം മുമ്പ് ഇവൻ എന്റെ പെങ്ങടെ മകളെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ ചോദിച്ചു നിനക്ക് പണി വല്ലതായോന്ന്. അപ്പൊ ഇവൻ പറയുവാ പണി അന്വേഷിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് പണി തരാൻ പോണെന്ന് ഞാൻ അറിഞ്ഞ. ഇപ്പോഴും പണി അന്വേഷിച്ചോണ്ടിരിക്കണം. നിനക്കൊന്ന് പറഞ്ഞു ഉപദേശിക്കാൻ വേണ്ട. ഞാൻ എപ്പോഴും ഇത് തന്നെയല്ലേ ഉപദേശിക്കണത്. ആ, നിനക്കെന്നാ പണി? എനിക്ക് ഈ മറിയും തിരിയുടെയും പണിയാണ്. മറിയും തിരിയോ? ഒരുത്തിന്റെ അടുത്ത് കാശ് ഇങ്ങോട്ട് മേടിക്കും, എന്നിട്ട് അവന് കൊടുക്കും. അവന്റെ അടുത്ത് ഇങ്ങോട്ട് മേടിക്കും, ഇങ്ങോട്ട് കൊടുക്കും. ഇത് തന്നെ എന്റെ പരിപാടി. പറ്റിച്ചിട്ട് ഇന്നോ ഇപ്പോഴും നീ നശിപ്പിക്കാൻ വന്നാണ്. ഇതെന്തോടാ? എന്റെ അമ്മ കണ്ടാലറിയാൻ പാടില്ല. ചിക്കനാണ്. നിന്റെ ചെക്കൻ എന്തേ? ചെക്കനെ ഞാൻ പണിക്ക് വിട്ടമ്മ. ആ, ചെക്കനെ പണിക്ക് വിട്ടിട്ട് ഇവൻ വീട്ടിൽ നിന്ന് ചിക്കൻ കഴിക്കുമല്ലേ? ഇതൊന്നും കഴിക്കല്ലേ. ഇത് ഇഞ്ചക്ഷൻ ചെയ്യണ കോഴിയാണ്. പിന്നെ കോഴിക്ക് എന്താ പനിയാണോ? പനിയല്ല, വിഷം ചേരും. വിഷം. ഏയ്, അങ്ങനൊന്നും വിഷം ചേരൂല. കിടുക്കൻ സാധനം. കിടുക്കൻ സാധനം. അമ്മാവനെ ഗിരിരാജൻ കോഴിനെ അറിയാവാ? പിന്നെ കോഴികളുടെ രാജാവല്ലേ? ഒരു പീസ് എടുത്ത് അടിച്ചു. എനിക്ക് വേണ്ട, എനിക്ക് വൃതാണ്. എന്താ പറ്റി? ഞാൻ പള്ളിക്ക് പോകാൻ വേണ്ടി മാലിട്ടിരിക്കുക. അയ്യോ, ഞാനും പെണ്ണും പിള്ളേം കൂടെ പള്ളിക്ക് പോണു. അല്ല അമ്മ, ഇപ്പൊ അമ്മ വന്ന സ്ഥിതിക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ അവളില്ല. ആ കൂടിയുള്ള ഇത് മാത്രമല്ല. അമ്മ വേണമെങ്കിൽ എടുത്ത് അതെ കിടുക്കൻ ചിക്കൻ കറിയാ. വ്രതം തെറ്റിക്കാൻ എനിക്ക് പറ്റില്ല. ശരിയാണ്. മൃതം തെറ്റിക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് അമ്മാവൻ എന്ന് പറഞ്ഞ കൃത്യനിഷ്ഠയുള്ള ആളാണ്. ഞാൻ കുഞ്ഞിലെ ഒരു പള്ളിക്ക് പോവാണ്. 101 തവണ പള്ളിക്ക് പോക്കൊള്ളാം നേർച്ചയുണ്ട്. അതല്ലേ? വേണ്ട വേണ്ട, മോനും നോയമ്പായതുകൊണ്ടാണ് അമ്മ കഴിച്ചത്. വേണ്ട വേണ്ട വേണ്ട. നീ ഒരു മണി നീ എടുത്ത് കഴിക്കും. ഞാൻ കഴിക്കാൻ സാധനം ഇപ്പുറത്തെ പീസ് എടുത്ത് ഇപ്പുറത്തെ ആ എല്ല് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു വലിയ കൊടുത്തേ. ശരീരമൊക്കെ ഇട്ട് പോരട്ടെ. ഇതല്ലേ? അമ്മാവോ, ഈ ചിക്കൻ കഴിച്ചപ്പോണ്ടല്ലോ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ വിഷമാണെന്ന് കണ്ണാൻ പറ്റുന്നില്ല. അതുകൊണ്ടല്ല പറഞ്ഞത് നല്ല ടേസ്റ്റ് ആണെന്ന്. ഒരു ചെറിയ പീസ് ഒരു പീസ് കഴിക്കുന്ന ഒരു പീസല്ലേ എന്റെ അമ്മാവ. അമ്മാവനോട് പീസ് കാണാനല്ല പറഞ്ഞ, പീസ് കഴിക്കാനാ പറഞ്ഞത്. എനിക്ക് വേണ്ട. വേണ്ട വേണ്ട, ഇത് നല്ല സാധനമാണ് കേട്ടോ. ഈ പീസ് അല്ല, ഞാൻ ഈ കാലെടുത്തോളാം. കാല് അവസാനം കഴിക്കണം. കാലാവസ്ഥ ഞാൻ അമ്മാവനെ കൊണ്ട് കാല് കഴിപ്പിക്കാം. കാല് പിടിപ്പിക്കാം. ഞാൻ നിന്റെ ഒപ്പം നിൽക്കാം. നീ കൊടുത്തു. അമ്മാവോ, കാല് പിടി. എനിക്ക് വേണ്ട. നിന്റെ കാല് പിടിക്കാനാ? എന്റെ കാല് പിടിക്കാനല്ല പറഞ്ഞത്, ഈ ചിക്കന്റെ കാലൊന്നും പിടിക്കമ്മാവാ. നല്ല സാധനമാണ്. അമ്മായി ഒന്നും അറിയൂല. കൊള്ളാല. ഞാൻ എന്റെ മരുമോനും കൂടെ ഈ കാലിന്റെ തീരുമാനമായിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റെ ഇടക്കേറി പിടിക്കുവാണോ നീ? കൊള്ളല്ല. അമ്മാവൻ കഴി. ഞാൻ നോക്കൂല, മൂത്ത് നോക്കൂല. അമ്മാവനത് പിടിച്ചേ. പിടി പിടി പിടിക്കമ്മാവാ. നീ വിട്ടാലേ കാലെടുക്കാൻ പറ്റുള്ളൂ.
എങ്ങനെയുണ്ട് സാധനം? കിടക്ക സാധനമല്ലേ? ഇവൻ ഗിരിരാജനല്ല, ഇവൻ നടരാജനാ. പണി പാളി. മനോജേ പൊളിഞ്ഞ് പൊളിഞ്ഞ് വ്രതം പൊളിഞ്ഞ് വ്രതം പൊളിഞ്ഞു. വ്രതം പൊളിഞ്ഞു. അമ്മാവന്റെ വ്രതം പൊളിഞ്ഞു. അല്ല, നീ വൈഫിന്റെ ഒക്കെ പറയില്ലല്ലോ. വൈഫിന്റെ ഒക്കെ പറയില്ലല്ലോ. അമ്മാരുടെ അടുത്ത് ഞാൻ പറയില്ല, പക്ഷെ ഇവൻ പറയും. ഞാൻ പറയുമല്ല. നിനക്കറിയാവോ ഇതിനെ? അറിയോ അന്ന്? ഇല്ലെങ്കിൽ ഞാൻ തെരഞ്ഞു പിടിച്ച് കാണിക്കും. ഞാൻ ഫേസ്ബുക്കിലെ ഫ്രണ്ടാണ്. അല്ല, സകലം കളിച്ച കുഴപ്പമില്ലല്ലോ. ഇത് കുഴപ്പമാണ്, കുഴപ്പമാണ്. എനിക്കിപ്പോ അതല്ല തമാശ. അമ്പലത്തിലെ കർമ്മിയാണ് നോയമ്പും തെറ്റിച്ചിട്ട്. അയ്യോ, അത് പ്രശ്നമാണ് കേട്ടാ. ഭരചന്ദ്ര, ചന്ദ്രനാ? മോനെ ഭരചന്ദ്ര, ഒന്ന് മാറിക്ക്. ഭരചന്ദ്ര, ഭരചന്ദ്രനാ? എന്റെ ഭരചന്ദ്രനെ കണ്ടായിരുന്നോ? സുരേഷ് ഗോപിയുടെ ഭരചന്ദ്രനാണോ? അയ്യോ അതല്ല, ഞാൻ പൊന്നിപ്പുരത്തി വളർത്തുന്ന എന്റെ കോഴി ഭരചന്ദ്രൻ. കോഴിയുടെ പേരാണ് ഭരചന്ദ്രൻ. തന്റെ പേരെന്താണ്? പിങ്കി. മനുഷ്യനിടുന്ന പേര് കോഴിക്കും, കോഴിക്ക് ഇടുന്ന പേര് മനുഷ്യനും. എന്റെ പെങ്ങളുടെ കോഴി ഇവിടെ വന്നിട്ടില്ല കേട്ടാ. അയ്യോ, ഞാൻ രാവിലെ തുടങ്ങി അന്വേഷിച്ചോടൊക്കെ ഇതുവരെ ഒന്ന് കാണാൻ പറ്റിയില്ല. എവിടെയാണെന്നൊന്ന്. കോഴിനെ കാണാനില്ലേ? ഇല്ല. കോഴി ഞാൻ കണ്ടുപിടിച്ചെന്നാലോ? എങ്ങനെ? എങ്ങനെ? എനിക്ക് മന്ത്രം അറിയാലോ. അമ്മാവന് വേറെ പണിന്നല്ലേ, കോഴി അപ്പുറത്തെ പറമ്പിലെങ്ങാനും ഉണ്ടാവും. എടാ നീ മിണ്ടാരി, നീ ആ പണിക്ക് പോലെ ഞാൻ ഒരു പണിയെടുത്ത് കാശുണ്ടാക്കട്ടെ. പെങ്ങൾക്ക് വേറെ പണിന്നില്ല, അന്ധവിശ്വാസം. നീ മാറ. അമ്മാവൻ അത് കണ്ടുപിടിച്ചു കൊടുക്കട്ടെ. ആ പെണ്ണ കോഴിനെ കണ്ടുപിടിച്ചു കൊടുക്കട്ടെ. ഞാൻ കണ്ടുപിടിക്കുന്നേ. നിനക്കെന്താ? കണ്ടുപിടിച്ചേരാം. ഇങ്ങോട്ട് വാ, പെണ്ണിങ്ങോട്ട് വാ. ഒരു കാര്യം ചെയ്യ്, ഓടിപ്പോയി ആദ്യം കാണുന്ന കുളത്തിൽ മുങ്ങി ഈറിനായിട്ട് ഇങ്ങോട്ട് വാ, നമുക്ക് കോഴിനെ കണ്ടുപിടിക്കാം. ഓടിപ്പോയി ആദ്യം കാണുന്ന കുളത്തിൽ മുങ്ങി ഈറിനായിട്ട് ഇങ്ങോട്ട് വാ. അതായത് ഇങ്ങനെ നനഞ്ഞിട്ട് ഈ നൈറ്റൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കണം അല്ലേ? അമ്മാവ കോഴിനെ കണ്ടുപിടിച്ച് തരാനാ പറഞ്ഞ, അല്ലാണ്ട് കോഴിത്തര കൊടുക്കാനല്ല. അന്നൊരു കാര്യം ചെയ്യ്, ഞാൻ ചൊല്ലുന്ന മന്ത്രം ഏറ്റുകൊല്ലാൻ പറ്റുമോ? ഞാനും ചെല്ലും. ഞാൻ കൂടുതൽ എന്റെ അമ്മാവ് അതൊന്നും വേണ്ട, വെറുതെ എന്തിനാണത്? കോഴിനെ കണ്ടുപിടിച്ചു കൊടുക്കും. ഇയാൾക്ക് എന്താണ്? അമ്മാവൻ കണ്ടുപിടിക്കും. ഓം 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 പ്രജല 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 ചടച്ചട 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 അമ്മാവാ നിനക്ക് ചായ കാപ്പിയാ? എന്തൊക്കെയാണ് കാണിക്കണത്? മന്ത്രം മന്ത്രം പൊളിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കോഴി ഇവിടെ ഒന്നുമില്ല, അപ്പുറത്ത് വീട്ടിൽ ആരെങ്കിലും എടുത്ത് കറി വെച്ചിട്ടുണ്ടാവും. എന്റെ പെങ്ങൾ ഒരു കാര്യം പറഞ്ഞത്, ഇന്ന് 1-ാം തീയതി ആരെങ്കിലും പിടിച്ച അതിനെ കൊന്നു കാണുമെന്നതിനാ. അങ്ങനെ കൊന്ന് തിന്നിട്ടുണ്ടെങ്കിൽ അവന്മാർ അനുഭവിക്കും. എന്താ അനുഭവിക്കാൻ? ഞാനേ എന്റെ ചാത്തന്മാർക്ക് നേർച്ച വെച്ച കോഴികൾ ആരാണെങ്കിലും ഭ്രാന്ത് പിടിച്ച് തലേ ചെമ്പരത്തിപ്പൂം വെച്ച് ഇവിടെ കിടന്ന് ഓടി ചോര തുപ്പണ ഞാൻ കാണും. എനിക്ക് എന്താണെങ്കിലും എന്റെ കോഴീനെ കിട്ടണം. കോഴിനെ കിട്ടിയാ പറയാട്ടോ. കോഴിനെ കിട്ടിയ പറയാം ഞങ്ങള്. ഞാൻ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിലാണ്. എന്താ അന്ധവിശ്വാസമാണല്ലോ ഇതൊക്കെ. പിന്നല്ലാണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമൊന്നുമല്ല, അനുഭവമുണ്ട്. ഞങ്ങളുടെ വീടിനടുത്ത് ഇതേപോലെ ചാത്തന്റെ ഒരു കോഴിനെ കറവ് ചെയ്തിട്ട് ഭ്രാന്തം പിടിച്ച് ചോര ഛർദ്ദിച്ച് മരിച്ചുപോയി. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാവൂല്ലേ? മനോജേ, നീ എത്ര പീസ് കഴിച്ചായിരുന്നു? ഞാൻ ടെസ്റ്റ് ചെയ്തേ. ഞാനും ചെറുതല്ലേ കഴിച്ചോളൂ. നീ ചെറുതാണ് കഴിച്ചത്. അപ്പൊ ഇത് ആരാണ് ഇത്രയും തിന്നോണ്ടിരിക്കുന്നത്? ഏറ്റിക്കൊണ്ടിരിക്കണ്ടല്ലോ. അമ്മാവനാണ്. അമ്മാവോ ഒരുപാട് കഴിക്കണ്ടാ. എന്നാലും ഇത് അവളുടെ കോഴിയല്ലോ, അവളുടെ കോഴിയല്ലോ. അവളുടെ ഭരചന്ദ്രനാണ് കിടക്കണത്. വീട്ടിൽ വന്നപ്പോഴേ കറി വെച്ച് ഞാനത് ഞങ്ങൾ തിന്നോണ്ടിരിക്കണ സമയത്ത് അമ്മാവൻ വന്ന് വ്രതം തെറ്റിച്ചാ. അവളുടെ കോഴിഞ്ഞ് ഇപ്പൊ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ചോര ശുപ്പിച്ച് നടക്കുമല്ല. അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. അങ്ങനെ സംഭവിക്കാത്തതാണല്ലേ. എന്താ അന്ന് അന്ധവിശ്വാസം. ഒരു പണി കൊടുക്കും. അത് അന്ധവിശ്വാസ. ദൈവമേ ദൈവമേ കർഷകൻ എനിക്ക് ഭ്രാന്തല്ല. ദൈവമേ 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 വിഷ്ണു ദൈവമേ രക്ഷിക്കാൻ എനിക്ക് ഭ്രാന്തല്ല. ദൈവമേ 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 രക്ഷിക്കാൻ എനിക്ക് ഭ്രാന്തല്ല. ദൈവമേ 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 എനിക്ക് ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്തില്ല. ഞങ്ങൾക്കില്ലല്ലോ. അവനെ നിങ്ങൾ ചിരിച്ചോ? നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ചിരിച്ചല്ലോ. നിങ്ങളിപ്പോ ചിരിക്കണ ഞാൻ കണ്ടല്ലേ? നീ ചിരിച്ചാർന്ന? ഞാൻ ചിരിച്ചില്ല. ഇത് എന്ത് കഷ്ടം. തുപ്പല്ലേ തുപ്പല്ലേ തുപ്പല്ലേ. അമ്പലത്തിലെ കർമ്മിയാണെന്ന് പറഞ്ഞ് വൃത്തിലാണ് നടക്കുക. എന്താണ് നിങ്ങൾക്കൊല്ല ഭ്രാന്തുണ്ടോ? മോഹം ഇങ്ങനെ എന്റെ മുഖത്തോ കൂടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി. എവിടെ? നല്ല ഇതെന്തോ നല്ല കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഭ്രാന്തായി.
കോഴിയുടെ സംഭവം ഇതെന്താണത്? എങ്ങനെ തുള്ളിച്ചാടി വന്ന മനുഷ്യനാണല്ലേ. കല്യാണം വിളിക്കാൻ വന്നല്ലേ? എടാ ഉണ്ണി, ആ ഇവിടെ നിന്ന് വെച്ചാൽ കാർന്നവരാരാണ്? എന്റെ അമ്മാവനാണ്. എന്ത് അങ്ങേർക്ക് വല്ല പ്രാന്തണ്ടാ? എന്താണ്? ഞാനവിടെ ഉണക്കായിട്ട് നെല്ല് മൊത്തം വന്ന് കൊത്തി തിന്നിട്ട് ഇപ്പൊ എന്റെ കോഴിക്കൂട്ടി കയറി കിടക്കണ്. ഞാൻ ഇറങ്ങാൻ പറഞ്ഞപ്പോ പറയണേ ഞാൻ മൊട്ടയിടായിരിക്കണേണെന്ന്. വേറൊന്നുമല്ല, ഇന്ന് രാവിലെ ഭരചന്ദ്രനോട് വന്നിരുന്നു. അവൻ എല്ലാ ദിവസവും വരാറുണ്ട്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അവൻ ഷിറ്റിട്ട് അപ്പൊ ഞാൻ കല്ലുകൊണ്ടൊരു ഷിറ്റിട്ട് സാധനം അപ്പൊ തന്നെ തീർന്ന് ഞാൻ കറി വെച്ച് കഴിച്ച് അമ്മാവനെ കുറെ തിന്ന് അമ്മാവന് തലക്ക് ഭ്രാന്തായതാണ്. ഭ്രാന്ത് പിടിച്ചാണ് എന്റെ ഭരചന്ദ്രന. ഞാനിപ്പോ വീട്ടിലേക്ക് വന്നപ്പോ അവൻ കോഴിക്കോടിന്റെ ഫ്രണ്ടിൽ നിക്കണം. അവന് കയറാൻ പറ്റണ്ടേ? എന്നാ കേറാൻ പറ. എങ്ങനെ കയറാൻ? നിങ്ങളുടെ അമ്മാവനൊന്ന് ഇറങ്ങണ്ടേ? അതിനകത്ത് കയറിയിരിക്കണം. അമ്മാവന് ശരിക്കും ഭ്രാന്താണ്. അപ്പൊ എനിക്ക് ആകെ ഇടങ്ങറാണ്. നീ ഇങ്ങോട്ട് വന്നേ. എന്താണ്? അമ്മാവന് എന്ത് കാര്യത്തിന് പോണെന്നാ പറഞ്ഞത്? ചോറ്റാനിക്കരെ പോയിട്ട് കല്യാണം വിളിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ പോയ 2 കാര്യം നടക്കും. എന്താടാ? കല്യാണം വിളിക്കുക, ഇയാളുടെ ബാധ്യത ഒഴിവാക്കാം. ഈ ബാധയ്ക്ക് മാറ്റം വല്ല വകുപ്പുണ്ടോ? നീ അങ്ങോട്ട് വിളിച്ചണ്ട, ആവാഹിച്ചിട്ട് പൊക്കോ. ഞാൻ കൊണ്ടുപോളാം. താനെന്തിനാണ് കൊണ്ടുപോണത്? എന്റെ ഭരചന്ദ്രൻ ഒരു കൂട്ടായല്ല. എന്നാ കൊണ്ടുപോവാ. എന്തൊരു കഷ്ടമാണ്. ഒരു കോഴി കഴിച്ച് ആരെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കോ? അങ്ങനെ സംഭവിക്കില്ലെന്ന് പേടിച്ച ചുമ്മാ